ഡസ്റ്ററിനകത്ത് ഒരു മോഡിഫൈഡ് ഡസ്റ്റർ വന്നിട്ടുണ്ട്. ആ ഡസ്റ്ററാണ് ഈ കിടക്കുന്നത്. കുറച്ച് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഈ ഒരു ബോണറ്റിനകത്ത് ഒരു എൻഡിൽ ബോണറ്റിൻ്റെ എൻഡിൽ ഒരു പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ, ഡാർക്ക് സിൽവർ അല്ലെങ്കിൽ അലൂമിനിയം ഫിനിഷ് എന്നൊക്കെ പറയാം. ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫൈബർ എലമെൻ്റ് ആണ്. ഡസ്റ്ററിൻ്റെ ബാഡ്ജിങ് ആണ്. 360 ക്യാമറ ഉണ്ട്. അതൊക്കെ നോർമൽ ഡസ്റ്ററിലുള്ള കാര്യമാണ്. അതൊന്ന് ആഡ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫ്രണ്ട് ബമ്പർ കാണാം. ഒരു സ്കിൽ പ്ലേറ്റ്, കുറച്ചൊരു അഗ്രസീവ് ലുക്കിലാണ് ബമ്പർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു അപ്രോച്ച് ആംഗിൾ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഫ്രണ്ട് ലുക്ക് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇനി സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹെഡ് ലാമ്പ് LED യൂണിറ്റ് ആണ്. അതിനൊരു പ്രൊട്ടക്ടർ ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗാർണിഷിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇൻഡിക്കേറ്റർ കാണാം. അതുപോലെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ എയർ സ്കൂപ്പ്, ഒരു ഇൻടേക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് ഒരു ഗാർണിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിൽ കയറുന്നത്, ഫ്രണ്ടിൽ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. പിന്നെ വണ്ടി ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് അഡാസ് പോലുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ അവൈലബിൾ ആണ്. അതുകൂടെ പറയാം. സൈഡിലേക്ക് വരുമ്പോൾ ഒരു അടിപൊളി ഒരു വീൽ ആർച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് റാവോഡ് ഓൾട്ടറൈൻ ടയേഴ്സ് കാണാം. 17 ഇഞ്ചാണ് വീൽ സൈസ് വരുന്നത്. അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. EVക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള അലോയ് വീൽസാണ്. ഫ്രണ്ടിലും ബാക്കിൽ ഡിസ്പ്ലേ ഒക്കെ വണ്ടിക്കുള്ളത്. പിന്നെ ഡസ്റ്റർ, ഇത് ഐക്കോണിക് എന്ന് പറഞ്ഞത്, ഐക്കൺ ഈസ് ബാക്ക് എന്ന രീതിയിലുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം. പിന്നെ അതുപോലെ ഗാർണിഷിങ്, നമുക്ക് ഇവിടെ ഒരു ഗാർണിഷിംഗ് ഉണ്ട്. അതുപോലെ ഡോറിൻ്റെ താഴെയായിട്ട് ഗാർണിഷിംഗ് ഉണ്ട്. പിന്നെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കാണിക്കുന്ന സ്റ്റെപ്പ്, ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ അൾട്രേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. ഇന്ത്യയിലും കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഗ്രാഫിക്സ്, ഈ ഒരു ഗ്രാഫിക്സ് എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡിഫൈഡ് വാഹനത്തിനാണ് വരുന്നത് കേട്ടോ. കുറച്ച് ക്ലാഡിങ്സ് ഒക്കെ ഇട്ട് വണ്ടിയിൽ നമുക്കൊരു ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതൊരു ഗ്രാഫിക്സിലേക്കാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ബാക്ക് ടയറും കണ്ടല്ലോ, അത്യാവശ്യം നല്ല രസമുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ റൂഫിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് യൂണിറ്റ്, ഒരു കാർബൺ ഫൈബർ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടെയിൽ ഗേറ്റ് ഭാഗത്തായിട്ട് ചെറിയൊരു ഗാർണിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ടെയിൽ ഗേറ്റ് കണക്റ്റഡ് പാറ്റേണിലാണ് കൊടുത്തത്. കുറച്ചുകൂടെ രസകരമായി, കുറച്ചുകൂടെ പ്രീമിയം ലുക്കിലേക്ക് വണ്ടി അപ്ഗ്രേഡ് ചെയ്തു. അതുപോലെ നമുക്കൊരു ഹൈ മോഡ് സ്റ്റോപ്പ് ലാമ്പ്, ഡീഫോഗർ, വൈപ്പർ, പിന്നെ അതുപോലെ ഷാർപ്പിൻ്റെ അങ്ങനെ കുറേ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വളരെ രസകരമായിട്ട് ബാക്ക് എലമെൻറ്റ് നല്ല രീതിയിലുണ്ട്. ഡസ്റ്റർ എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് പുതിയ ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട്. ലോഗോയിൽ നേരത്തെ മാറ്റം വന്നു. ആ മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെയാണ് ബാക്കിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ, ബമ്പർ എലമെൻറ്റും അതുപോലെ തന്നെ ഡിപ്പാസ് ആംഗിൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മേ ബി ഇതിനകത്ത് വരുന്ന എഞ്ചിൻ ഓപ്ഷൻ നമ്മൾ ഒന്ന് പറഞ്ഞേക്കാം ജസ്റ്റ് ഒന്ന്. നമുക്ക് ഹൈബ്രിഡ് വരുന്നുണ്ട്, അതുപോലെ ടർബോ, അത്യാവശ്യം പവർഫുള്ളായിട്ട് ടർബോ എഞ്ചിൻ, പിന്നെ നോർമൽ ടർബോയും വരുന്നുണ്ട്. അപ്പം ഒരുപാട് എഞ്ചിൻ ഓപ്ഷനിലും ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലൊക്കെയാണ് പുതിയ ഡസ്റ്റർ വന്നിരിക്കുന്നത്.